അടുത്ത കാലത്തായി ശശികലയ്ക്ക് എന്തോ ഒരു എനർജി കിട്ടിയതുപോലെ. തിരഞ്ഞെടുപ്പൊക്കെ അടുത്തതുകൊണ്ടാകും കണ്ണി കാണുന്നതിനൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. കുറച്ചു നാള് വേടന്റെ പിന്നാലെയായിരുന്നു. ഇപ്പോ ഇതാ സ്വന്തം ഹിന്ദു മഹാസഭയുടെ നെഞ്ചത്തോട്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി M സ്വരാജിന് ഹിന്ദു മഹാസഭ പിന്തുണ പ്രഖ്യാപിച്ചത് ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. പ്രതികരണവുമായി വന്നിട്ടുണ്ട്. അത് പുതിയ കാര്യമല്ലല്ലോ എന്നും പണ്ടും അത് അങ്ങനെ തന്നെയാണല്ലോ എന്നും ശശികല ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയും നാഥുറാം വിനായക് ഗോഡ്സെയും സവർക്കറും അടക്കം ഹിന്ദു മഹാസഭയുടെ ഒരു നേതാവും ഒരിക്കലും RSSകാരായിരുന്നില്ലല്ലോ. അവർ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല. അവർ ഇടതുപക്ഷം തന്നെയല്ലേ എന്നാണ് ശശികലയുടെ ചോദ്യം. നിലമ്പൂരിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ പ്രസിഡന്റ് സ്വാമി ദത്താത്രേയ സായി സ്വരൂപ് നാഥ് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതിന് മുന്നോടിയായി CPM PB അംഗം A വിജയരാഘവനുമായും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുമായും കൂടിക്കാഴ്ച നടത്തിയതായും ഇവർ വ്യക്തമാക്കിയിരുന്നു. LDF വിജയം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ അഖില ഭാരത ഹിന്ദു മഹാസഭ LDFനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഇത്തവണയും അത് തുടരുമെന്നുമാണ് ദത്താത്രേയ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ആഫീസിൽ പലരും വരുമെന്നും കാവിയുടുത്തവരും പള്ളിയിലച്ചന്മാരും മൗലിമാരും വരുമെന്നും പറഞ്ഞെന്ന് CPM PB അംഗം V വിജയരാഘവൻ ഇതിനെ ന്യായീകരിച്ചത്. ഹിന്ദു മഹാസഭ ഇപ്പോ ഉണ്ടോ അത് തന്നെ എനിക്കറിയില്ല. ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി LDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വർഗീയമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ UDFനെ സഹായിക്കാനുള്ള ശ്രമമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ആഫീസിൽ പലരും വരും. കാവിയുടുത്തവരും പള്ളിയിലച്ചന്മാരും മൗലിമാരും വരും. സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ആൾക്കാര് വരില്ലേ? പിന്തുണ ഉള്ളവരോടല്ലേ പിന്തുണ സ്വീകരിക്കുക. RSSും ഞങ്ങളും തമ്മിൽ എന്തെങ്കിലും ഐക്യമോ ബന്ധമോ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയമായ ചതിപ്രയോഗമാണ് എന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. എന്നാൽ ഇങ്ങനെയൊക്കെ ചർച്ചകളും പ്രതികരണങ്ങളും നടക്കുമ്പോഴും ഈ സംഘടന ആരാണെന്നറിയില്ലെന്നും തങ്ങൾ ആരുമായും ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. ആരാണെന്നറിയാതെ അവരുടെ പിന്തുണ വേണമോ വേണ്ടയോ എന്ന് പറയാൻ പറ്റില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇതിന് പിന്നാലെ CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനുമായി പാർട്ടി ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തിയതായി അഖില ഭാരത ഹിന്ദു മഹാസഭ നേതാക്കൾ അറിയിച്ചു. വിജയരാഘവനൊപ്പമുള്ള ചിത്രവും സംഘടന പുറത്തുവിട്ടിരുന്നു. നിലമ്പൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കെ ഹിന്ദു മഹാസഭ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയതിന് അത്ഭുതമില്ല. കേരളത്തിലെ ഇടതുപക്ഷം സംഘപരിവാറിനോട് അത്ര അടുത്താണ്. ശുദ്ധ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ ഹിന്ദുത്വ സംഘടനയെയും അവർ ഉദ്ദേശിച്ചു കാണില്ല. എന്തുകൊണ്ടാകും സംഘപരിവാർ കക്ഷികൾ CPMനെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വരുന്നത്? കേരളത്തിൽ BJPക്ക് അടുത്തൊന്നും ഭരണം കിട്ടാൻ സാധ്യതയില്ല. അതുവരെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ നല്ലത് ഇടതുപക്ഷം തന്നെ. പിണറായി ജീവിച്ചിരിക്കുന്ന കാലത്തോളം കേരളത്തിൽ ഇടതുഭരണത്തിൽ സംഘപരിവാർ സംതൃപ്തരാണ്. തങ്ങളെ നേരിൽ കണ്ട് CPM വോട്ട് ചോദിച്ചു എന്ന് സഖ്യകക്ഷി ഹിന്ദു മഹാസഭ പറയുന്നു. അല്ലെങ്കിൽ CPM അത് പറയണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPക്ക് മുഖ്യ സ്ഥാനം നൽകിയത് ഒരിക്കൽ CPM ആണ്. ഇപ്പോൾ കേരളത്തിലും അവർക്ക് സ്ഥാനം നൽകുന്നത് CPM തന്നെ. CPM ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ അടുത്തു വരിക ഉറപ്പായും സംഘപരിവാർ തന്നെ. ഇവർക്കിടയിൽ രൂപം കൊണ്ട അന്തർധാര കേരളത്തിന് ഹാനികരമാണ്. അതിനാൽ അതിനെ തടയിടുക ജനാധിപത്യ കേരളത്തിന്റെ അനിവാര്യതയുമാണ്.